ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ വന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ അനിമി വന്നിട്ടുണ്ടായിരുന്നു, സോളോ ലെവലിംഗ് എന്നൊരു അനിമി. ടോട്ടലായിട്ട് 3 എപ്പിസോഡ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ 3 എപ്പിസോഡ്സ് ഞാൻ കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു അനിമി, അപ്പോൾ ഒരു ചെറിയ റിവ്യൂ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ വന്ന് ഈ ഒരു സോളോ ലിവിങ്ങിൻ്റെ മാങ്കയെ ഒന്നും വായിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അനിമി കണ്ടപ്പോൾ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പം കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ടാണ് തോന്നിയത്. എനിക്കിതിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതായത് ഇതിൻ്റെ സ്റ്റോറി കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹ്യൂമൻസിൻ്റെ വേൾഡിലോട്ട് ഒരു പോർട്ടൽ ഓപ്പൺ ആകും. എങ്ങനെ വന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പോർട്ടൽ വഴി നിറയെ ക്രീച്ചേഴ്സ് നമ്മുടെ വേൾഡിലോട്ട് വരും. അപ്പോൾ അവരെ ഹണ്ട് ചെയ്യുന്ന ചില ഹണ്ടേഴ്സ് ഉണ്ട്. ഈ ഹണ്ടേഴ്സിന് ചില എബിലിറ്റീസ് ഉണ്ട്, അവരാണ് ഹണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ വന്ന് ഉള്ളതിൽ ഏറ്റവും വീക്കായിട്ടുള്ളൊരു ഹണ്ടറാണ്, ഈ റാങ്ക് ഹണ്ടർ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയെ ഫോക്കസ് ചെയ്താണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. ഹീറോ വന്ന് പയ്യെ പവർഫുൾ ആകുന്നതും അവൻ ലാസ്റ്റ് ഹണ്ടർ ആകോ ഇല്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റായിട്ട് പറഞ്ഞത്. ഒരു ഗെയിം മോഡിലാണ് ഈ ഒരു അനിമി പോകുന്നത്, പക്ഷേ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയേണ്ട ഒരു. പിന്നെ നമ്മുടെ ഈ ഒരു ഹീറോ ക്യാരക്ടറിന് തുടക്കത്തിൽ തന്നെ ഭയങ്കര പവർഫുൾ ഒന്നുമല്ല, ഭയങ്കര വീക്കാണ്. പയ്യെ അവൻ പവർഫുൾ ആവാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഹീറോയ്ക്ക് വന്ന് ഈ പൈസയുടെ ആവശ്യമുണ്ട്, കാരണം ഒരുപാട് ഫാമിലി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വന്ന് ഈ ഹണ്ടേഴ്സിന് തന്നെ ചില എമൗണ്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ വന്ന് ഇതിലൊരു ഹണ്ടറായിട്ട് നിൽക്കുന്നത് തന്നെ. അപ്പോൾ സാധാരണ വന്ന് ഒരു അനിമി നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എപ്പിസോഡ്സ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അനിമി ഇഷ്ടപ്പെടും, തുടക്കത്തിലൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് വന്ന് വെറും 2 എപ്പിസോഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ അനിമി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അനിമേഷൻ ആയാലും ആ ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും സൂപ്പറായിട്ടുണ്ട്. അത് സെക്കൻഡ് എപ്പിസോഡിലാണെങ്കിൽ ഒരു സ്റ്റാച്ചുവുമായി ബന്ധപ്പെട്ട് ഫൈറ്റ് ഉണ്ട്. സ്റ്റാച്ചു ഒക്കെ എണീറ്റ് വന്ന ഒരു ഫൈറ്റ് ഉണ്ട്, അത് പോലീസാണ്. അത് കാണുമ്പോഴേക്കും നമുക്ക് ഈ അനിമി എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ള ബ്രൂട്ടൽ അനിമിയാണ്, നല്ല വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ അനിമി കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ സോളോ ലെവലിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട് 3 എപ്പിസോഡ്സ് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട്. ഇനി എന്തായാലും പറഞ്ഞ എപ്പിസോഡുകൾക്കൊക്കെ എന്തായാലും കാണും. അപ്പോൾ ആൾറെഡി ഈ അനിമി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.